ഹലോ, ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇന്ന് സെറ്റ് ഹിസ്റ്ററിയുടെ നെക്സ്റ്റ് പാർട്ടാണ്. സോഴ്സസ് ഓഫ് ഹിസ്റ്ററി: പ്രൈമറി, സെക്കൻഡറി, ആർക്കിയോളജിക്കൽ, ലിറ്റററി, ഓറൽ, വിഷ്വൽ, ഡിജിറ്റൽ ആൻഡ് ഹൈബ്രിഡ് സോഴ്സസ്. അപ്പോൾ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി? ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എവിഡൻസസ് യൂസ്ഡ് ബൈ ഹിസ്റ്റോറിയൻസ് ടു റീകൺസ്ട്രക്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പാസ്റ്റ്. പാസ്റ്റിനെ റീകൺസ്ട്രക്ട് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുമുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ എവിഡൻസസ് ആണ്. ഇത് ഓതൻറ്റിക് ഇൻഫർമേഷൻ തരും അബൌട്ട് പീപ്പിൾ, ഇവൻറ്റ്സ്, സൊസൈറ്റീസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൾച്ചേഴ്സ്. ഇപ്പോൾ പ്രൈമറി സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റെക്കോർഡ്സ് മാത്രമല്ല, ഒറിജിനൽ റെക്കോർഡ്സ് ആണ് ക്രിയേറ്റഡ് ഡ്യൂറിങ് ദ പീരീഡ് ഇൻ വിച്ച് ദേ ആർ സ്റ്റഡീഡ്. അപ്പോൾ ഇതിനകത്ത് ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, കോപ്പർ പ്ലേറ്റ്സ്, government records, letters, diaries, autobiographies, archaeological remains, court records, contemporary newspapers, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പ്രൈമറി സോഴ്സസ് എന്നാണ് പറയുന്നത്. ഇതുപോലെ സെക്കൻഡറി സോഴ്സസ് ഉണ്ട്. സെക്കൻഡറി സോഴ്സസ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സസിൻ്റെ ഇവൻറ്റ് കഴിഞ്ഞ ശേഷം ഉണ്ടാവുന്നതാണ്. സെക്കൻഡറി സോഴ്സസിനെ നമുക്ക് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ബുക്സ്, റിസർച്ച് ആർട്ടിക്കിൾസ്, എൻസൈക്ലോപീഡിയാസ്, ബയോഗ്രഫീസ്, ജേർണൽസ്, ഇതെല്ലാമാണ്. ഓക്കെ, അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സയൻറ്റിഫിക്, എവിഡൻസ് ബേസ്ഡ്, ഒബ്ജക്റ്റീവ്, ക്രിട്ടിക്കൽ, അനലിറ്റിക്കൽ, സിസ്റ്റമാറ്റിക്, ഇൻ്റർപ്രിറ്റേറ്റീവ്, ഇതെല്ലാം നമ്മൾ നേരത്തെ നോക്കിയിരുന്നതാണ്. ഓക്കെ, ഇനി ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്തൊക്കെയാണ്? അത് റിമെയിൻസ് ലെഫ്റ്റ് ബൈ പാസ്റ്റ് സിവിലൈസേഷൻസ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പോട്ടറി, സീൽസ്, സ്കൾപ്ചേഴ്സ്, ടെമ്പിൾസ്, മോണ്യുമെൻറ്റ്സ്, ടൂൾസ്, ടെറാക്കോട്ട, എക്സ്കവേറ്റഡ് സൈറ്റ്സ്, ഇതെല്ലാം ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ്. പിന്നെ ലിറ്റററി റിസോഴ്സസ് ഉണ്ട്. എന്തൊക്കെയാണ്? റിട്ടൺ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ആണ്. എക്സാമ്പിൾസ് വേദാസ്, പുരാണ, സംഘം ലിറ്ററേച്ചർ, ക്രോണിക്കിൾസ്, ട്രാവൽ അക്കൗണ്ട്സ്, റിലീജിയസ് ടെക്സ്റ്റ്. ഓറൽ സോഴ്സസ് എന്ന് പറയുന്നത് വേർഡ് ഓഫ് മൗത്ത് മുഖേന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഫോക്ക് സോങ്സ്, ബെല്ലാഡ്സ്, ഇൻ്റർവ്യൂസ്, ലെജൻഡ്സ്, ഓറൽ ട്രഡീഷൻസ്, ഇതെല്ലാം ഓറൽ സോഴ്സസ് ആണ്. ഇനി ഇതുകൂടാതെ വിഷ്വൽ സോഴ്സസ് ഉണ്ട്. വിഷ്വൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ കൺവേഡ് ത്രൂ ഇമേജസ് ആണ്. എക്സാമ്പിൾസ് പെയിൻറ്റിങ്സ്, ഫോട്ടോഗ്രാഫ്സ്, മാപ്സ്, മ്യൂറൽസ്, ഡ്രോയിങ്സ്. ദെൻ ദെയർ ആർ ഡിജിറ്റൽ സോഴ്സസ് അവൈലബിൾ ഇൻ ഇലക്ട്രോണിക് ഫോം. നേരത്തെ നമ്മൾ പറഞ്ഞ ഇലക്ട്രോണിക് ഡിജിറ്റൽ ഫോമാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ്? ഡിജിറ്റൽ ആർക്കൈവ്സ്, ഓൺലൈൻ മ്യൂസിയംസ്, ഡിജിറ്റൈസ്ഡ് മാനുസ്ക്രിപ്റ്റ്സ്, ഈ ന്യൂസ് പേപ്പേഴ്സ്, ഹിസ്റ്റോറിക്കൽ ഡേറ്റാബേസസ്, ഇതെല്ലാമാണ്. ഓക്കെ, ഇനി ഹൈബ്രിഡ് സോഴ്സസ് ഉണ്ട്. ദേ ഹാവ് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ്. ഏതൊക്കെയാണ്? എക്സാമ്പിൾസ് ഡിജിറ്റൽ ആർക്കൈവ്സ് കണ്ടെയ്നിങ് സ്കാൻഡ് മാനുസ്ക്രിപ്റ്റ്സ് ആൻഡ് സ്കോളർലി നോട്ട്സ്, മൾട്ടിമീഡിയ ഹിസ്റ്റോറിക്കൽ ഡേറ്റാബേസസ്, ഇൻ്ററാക്റ്റീവ് മ്യൂസിയം കളക്ഷൻസ്, ഇതെല്ലാമാണ് ഹൈബ്രിഡ് സോഴ്സസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സോഴ്സ് എന്താണ്? help reconstruct the past, preserve historical records, verify historical facts, support objective research and reduce historical bias. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഹിസ്റ്റോറിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എവിഡൻസസ് യൂസ് ടു റീകൺസ്ട്രക്ട് ദ പാസ്റ്റ്. പ്രിലിമിനറി ടൈപ്സ് ഓഫ് സോഴ്സസ്: പ്രൈമറി മീൻസ് ഒറിജിനൽ ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ്, സെക്കൻഡറി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് പ്രൈമറി സോഴ്സസ് ആണ്, ആർക്കിയോളജിക്കൽ മെറ്റീരിയൽ റിമെയിൻസ് ആണ്, കോയിൻസ്, പോട്ടറി, മോണ്യുമെൻറ്റ്സ്, ഇതൊക്കെ വരും. ലിറ്റററി എന്ന് പറഞ്ഞാൽ റിട്ടൺ റെക്കോർഡ്സ്, വേദ, സംഘം ലിറ്ററേച്ചർ, ഇതൊക്കെ വരും. ഓറൽ എന്ന് പറയുമ്പോൾ ഫോക്ക് സോങ്സ്, ഇൻ്റർവ്യൂസ്, ട്രഡീഷൻസ് ഒക്കെ വരും. വിഷ്വൽ മീൻസ് പെയിൻറ്റിങ്സ്, മാപ്സ്, ഫോട്ടോഗ്രാഫ്സ്. ഡിജിറ്റൽ മീൻസ് ഓൺലൈൻ ആർക്കൈവ്സ്, ഈ മാനുസ്ക്രിപ്റ്റ്, ഡിജിറ്റൽ ലൈബ്രറീസ്. ഹൈബ്രിഡ് മീൻസ് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിലയബിൾ സോഴ്സ് എപ്പോഴും പ്രൈമറി സോഴ്സ് ആണ്. ഹാരപ്പൻ സിവിലൈസേഷൻ ആർക്കിയോളജിക്കൽ സോഴ്സ് ആയിട്ട് വരും. സംഘം ലിറ്ററേച്ചർ ലിറ്റററി സോഴ്സ് ആയിട്ട് വരും. മോഡേൺ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എപ്പോഴും യൂസ് ചെയ്യുന്ന ഡിജിറ്റൽ സോഴ്സസിനെയാണ്. ഹൈബ്രിഡ് സോഴ്സസ് എന്ന് പറയുന്ന കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് എവിഡൻസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ 1ലേക്ക് പോകാം. ഹൈബ്രിഡ് സോഴ്സസ് റെഫർ ടു only archaeological remains, only written records, sources combining different forms of historical evidence, only oral traditions. അപ്പോൾ ഹൈബ്രിഡ് സോഴ്സസ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? സോഴ്സസ് കമ്പൈനിങ്
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് അല്ലേ, ഹൈബ്രിഡ് സോഴ്സസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എവിഡൻസ് സച്ച് ആസ് ടെക്സ്റ്റ്, ഇമേജസ്, ഓഡിയോ, മാപ്സ് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ്സ്. Which of the following is a secondary source? Coin, inscription, research book, copper plate. ഏതാണ് സെക്കൻഡറി സോഴ്സ്? കോയിൻ ആണോ, ഇൻസ്ക്രിപ്ഷൻ ആണോ, റിസർച്ച് ബുക്ക് ആണോ, കോപ്പർ പ്ലേറ്റ് ആണോ? റിസർച്ച് ബുക്ക് ആണ് അല്ലേ. റിസർച്ച് ബുക്സ് വിൽ ഇന്റർപ്രറ്റ് ആൻഡ് അനലൈസ് ഇൻഫർമേഷൻ കളക്റ്റഡ് ഫ്രം പ്രൈമറി സോഴ്സസ്. വിച്ച് സോഴ്സ് പ്രൊവൈഡ്സ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ? സെക്കൻഡറി സോഴ്സ് ആണോ, പ്രൈമറി സോഴ്സ് ആണോ, മാഗസീൻ ആണോ, ഡിക്ഷണറി ആണോ? പ്രൈമറി സോഴ്സ് ആണ് അല്ലേ. പ്രൈമറി സോഴ്സസ് ആർ ക്രിയേറ്റഡ് ബൈ പീപ്പിൾ ഹൂ ഡയറക്ട്ലി വിറ്റ്നസ് ദി ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ്. അത് ഡയറക്റ്റായിട്ട് വിറ്റ്നസ് ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നത്. ആർക്കിയോളജിക്കൽ സോഴ്സസ് ഇൻക്ലൂഡ് കോയിൻസ്, പോട്ടറി, മോണ്യുമെന്റ്സ്, ഓൾ ഓഫ് ദി എബവ്. ഇപ്പോൾ കോയിൻസ്, പോട്ടറി, മോണ്യുമെന്റ്സ് എല്ലാം ആർക്കിയോളജിക്കൽ സോഴ്സ് ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. കോയിൻസ്, പോട്ടറി, മോണ്യുമെന്റ്സ് ആർ ഓൾ മെറ്റീരിയൽ റിമെയിൻസ് യൂസ്ഡ് ആസ് ആർക്കിയോളജിക്കൽ എവിഡൻസസ്. Sangam literature is an example of archaeological source, literary source, oral source, digital source. ഏതാണ്? ലിറ്റററി സോഴ്സ് ആണ്. Sangam literature is a collection of ancient Tamil literary works that provide historical information. പിന്നെ ഓറൽ ഹിസ്റ്ററി മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ഫോക്ക് സോങ്സ് ആൻഡ് ഇൻ്റർവ്യൂസ്, കോയിൻസ്, സീൽസ്, ഇൻസ്ക്രിപ്ഷൻസ്. ഇപ്പോൾ ഓറൽ ഹിസ്റ്ററി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഫോക്ക് സോങ്സ് ആൻഡ് ഇൻ്റർവ്യൂസ് ആണോ, കോയിൻസ് ആണോ, സീൽസ് ആണോ, ഇൻസ്ക്രിപ്ഷൻസ് ആണോ? ഫോക്ക് സോങ്സ് ആൻഡ് ഇൻ്റർവ്യൂസ് ആണ്. എക്സ്പ്ലനേഷൻ എന്താ പറയാനുള്ളത്? ഓറൽ ഹിസ്റ്ററി ട്രാൻസ്മിറ്റഡ് ത്രൂ സ്പോക്കൺ ട്രഡീഷൻ, സോങ്സ്, ഇൻ്റർവ്യൂസ്, കമ്മ്യൂണിറ്റി മെമ്മറീസ്. ഇപ്പോൾ ആൾക്കാരുമായിട്ടുള്ള ഇൻ്റർവ്യൂ കൂടെ ഒക്കെയാണ് നമ്മൾ ഓറലായിട്ടുള്ള ഹിസ്റ്ററി മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിറ്റി മെമ്മറീസിൽ കൂടെയുമാണ്. Okay, a travel account written by a foreign traveler is generally considered a primary source if contemporary to the events, secondary source, fictional source, visual source. അപ്പം ഒരു ട്രാവൽ അക്കൗണ്ട് ഒരു ഫോറിൻ ട്രാവൽ എഴുതിയതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? പ്രൈമറി സോഴ്സ് ഇഫ് കണ്ടംപററി ടു ദ ഇവൻറ്റ്സ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ പ്രൈമറി സോഴ്സ് ആയിട്ട് കണക്കാക്കും. Travel accounts provide first-hand observations and are valuable primary sources. Okay, next, which of the following is not a literary source? ലിറ്റററി സോഴ്സ് അല്ലാത്ത ഏതാണ്? വേദാസ്, പുരാണാസ്, കോപ്പർ പ്ലേറ്റ്, ഇൻസ്ക്രിപ്ഷൻ, സംഘം ലിറ്ററേച്ചർ. അപ്പോൾ നമുക്കറിയാം വേദാസ്, പുരാണാസ് എല്ലാം ലിറ്റററി സോഴ്സാണ്. സംഘം ലിറ്ററേച്ചറും ആണ്. കോപ്പർ പ്ലേറ്റ്, ഇൻസ്ക്രിപ്ഷൻ ആണ് ആൻസർ അല്ലേ. അതൊരു എപ്പിഗ്രാഫിക് പ്രൈമറി സോഴ്സാണ്, നോട്ട് ലിറ്റററി വർക്ക്. വിച്ച് ടൈപ്പ് ഓഫ് സോഴ്സ് ഇസ് ബീങ് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് ഇൻ മോഡേൺ ഹിസ്റ്റോറിക്കൽ റിസർച്ച്? ഏതാണ് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുള്ളത്? ഡിജിറ്റൽ സോഴ്സസ് ആണോ, മിക്സ് ആണോ, ലെജൻഡ്സ് ആണോ, ലെജൻഡ്സ് ഓൺലി ആണോ, ഫിക്ഷൻ ആണോ? ഏതാണ് ഇൻക്രീസിംഗ്ലി ഇമ്പോർട്ടൻറ്റ് ഇൻ മോഡേൺ ഹിസ്റ്റോറിക്കൽ റിസർച്ച്? ഡിജിറ്റൽ സോഴ്സസ് ആണ്. Digital sources are historical methods stored or accessed electronically. They provide digital archives, online libraries, digitized manuscripts, digital newspapers, museum collections and historical databases. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ പാർട്ടിൽ നമുക്ക് കാണാനുള്ളത്. സോ കീപ് വാച്ചിങ് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നുകൂടെ റിവൈസ് ചെയ്യണേ ഇതുവരെയുള്ള പോർഷൻസ്. കീപ് വാച്ചിങ് മൈ ചാനൽ, ബി ഹാപ്പി. താങ്ക് യു ഓൾ.